നമസ്കാരം. ഇറാന്റെ എനർജി ഇൻഫ്രാസ്ട്രക്ചറുകളെ അടുത്ത 10 ദിവസത്തേക്ക് കൂടി ആക്രമിക്കില്ല എന്ന് അമേരിക്ക ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഇറാനിലേക്ക് അമേരിക്ക കൂടുതൽ സൈനിക ട്രൂപ്പുകളെ അയക്കുന്നത് മാർക്കറ്റിനെ അസ്ഥിരതപ്പെടുത്തുന്നു. ഇന്ന് ബ്രന്റ് ക്രൂഡിൻ്റെ വില 10% ഉയരുകയും ചെയ്തു. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിലും US ഫ്യൂച്ചറിലും പ്രകടമായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റ് 2% ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്തത്. ഏപ്രിൽ 6 തീയതിക്കകം ഹോർമൂസ് കടലിടുക്ക് തുറക്കണം എന്നുള്ളൊരാവശ്യമാണ് അമേരിക്ക ഇറാന് മുന്നിൽ വച്ചിരിക്കുന്നത്. അതേസമയം ഇറാൻ അമേരിക്കയുമായി ഡീലിലെത്തുന്നതിന് വേണ്ടി യാചന നടത്തി എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സൈഡിൽ നിന്നും പുറത്തു വന്നെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ്റുകളെയൊക്കെ ഇറാൻ നിരാകരിക്കുകയും ഇന്ന് വെള്ളിയാഴ്ച ഇറാൻ അമേരിക്കൻ ബേസുകളെയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ട് ഇറാൻ്റെ സൈനിക ഓപ്പറേഷൻ പുനരാരംഭിക്കുകയും ചെയ്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് ട്രൂ പ്രോമിസ് 5 എന്ന പേരിലാണ് പുതിയ ഓപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കൂടുതൽ മോശമാവുകയും മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഇന്ത്യൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലുമൊക്കെ പ്രകടമാവുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് ബ്രന്റ് ക്രൂഡിൻ്റെ വിലയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇന്ന് $110 പെർ ബാരൽ എന്ന ലെവലിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് ബ്രന്റ് ക്രൂഡിൻ്റെ വില $70 പെർ ബാരലിൽ നിന്നും $110 പെർ ബാരൽ, അതായത് 57% ഉയർന്നിരിക്കുന്നത്. ഇത് ഗ്ലോബൽ ഇക്കോണമിയെയും പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിൽ നിന്നും ഹെവിലി ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യ പോലുള്ള എക്കോണമിയെയും പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലും ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലും പ്രതിഫലിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം തുടർന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ 2027 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യൻ ബഡ്ജറ്റിൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുള്ള ചില സെക്ടറുകളെക്കുറിച്ച് പ്രമുഖ ബ്രോക്കേജ് ഫിമായ ICRA മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സെക്ടറുകളെക്കുറിച്ചാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ICRAയുടെ റിപ്പോർട്ട് പ്രകാരം ക്രൂഡിൻ്റെ വില വർദ്ധിച്ചതുമൂലം 2027 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ GDPയുടെ 4.5% ഫിസ്ക്കൽ ഡെഫിസിറ്റാണ് ഇന്ത്യ നേരിടാൻ പോകുന്നത്. ഇത് 2027 ബഡ്ജറ്റിനെ പോലും സമ്മർദ്ദത്തിലാഴ്ത്തിയേക്കാം. ബഡ്ജറ്റിൽ അധിക ബാധ്യത വരുത്താൻ സാധ്യതയുള്ള ഒരു സെക്ടറായി പരാമർശിച്ചിരിക്കുന്നത് ഫെർട്ടിലൈസർ സെക്ടറിനെയാണ്. ഫെർട്ടിലൈസർ സെക്ടർ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം മൂലം മോശം പെർഫോമൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സെക്ടറിൻ്റെ അണ്ടർ പെർഫോമൻസ് തുടരാൻ സാധ്യതയുണ്ടെന്നാണ് ICRAയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അമോണിയം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം, യൂറിയ ഗ്രേഡ്സ് തുടങ്ങിയവയെല്ലാം ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വളങ്ങളുടെയൊക്കെ ഫീഡ് സ്റ്റോക്കായി LNG ആണ് ഉപയോഗിക്കുന്നത്. LNGയുടെ വിലയിലുണ്ടായിരിക്കുന്ന വർധനവ് ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഇൻപുട്ട് കോസ്റ്റ് വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസും വളത്തിൻ്റെ അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും വർദ്ധിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ICRAയുടെ എസ്റ്റിമേറ്റ് പ്രകാരം സബ്സിഡി ഇനത്തിൽ മാത്രം, അതായത് ഫെർട്ടിലൈസർ സബ്സിഡി ഇനത്തിൽ മാത്രം ഗവൺമെൻറ്റിന് 2.1 ലക്ഷം കോടി രൂപ 2027 ഫിനാൻഷ്യൽ ഇയറിലേക്ക് നീക്കി വെക്കേണ്ടതായിട്ട് വരും. ഇതിൽ 40,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ബഡ്ജറ്റിനുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഫെർട്ടിലൈസർ സെക്ടർ അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് ICRAയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. 2027 ഫിനാൻഷ്യൽ ഇയറിലെ ബഡ്ജറ്റിൽ അധിക ബാധ്യത വരുത്താൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടറായി വിശേഷിപ്പിക്കുന്നത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഉൾപ്പെടുന്ന സെക്ടറാണ്. ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളും LPG ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളും ക്രൂഡിൻ്റെ വിലയിലുണ്ടായ വർധനവും LPGയുടെ ലഭ്യതക്കുറവും മൂലം പ്രഷറിലാണ്. LPGയുടെ ലഭ്യതക്കുറവ് മൂലം ഗവൺമെൻറ് LPG സിലിണ്ടറിൻ്റെ വിലയിലും വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട്. 60 രൂപ പെർ സിലിണ്ടർ എന്ന റേറ്റിൽ ഡൊമസ്റ്റിക് LPG സിലിണ്ടറിനും 114 രൂപ പെർ സിലിണ്ടർ എന്ന റേറ്റിൽ കൊമേഴ്ഷ്യൽ LPG സിലിണ്ടറിനുമാണ് വില വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ വില വർധനവ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ടായ ക്രൂഡിൻ്റെ വില വർധനവുമായി പ്രൊപ്പോർഷണലായിട്ടുള്ള റേറ്റിലല്ല. ഇതുമൂലം ഗവൺമെൻറ്റിന് 30,000 കോടി രൂപയുടെ നഷ്ടം വരാൻ സാധ്യതയുണ്ടെന്നാണ് ICRAയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് ഫ്യൂവൽ സബ്സിഡിയും നൽകേണ്ടതായിട്ട് വരും. ഏകദേശം 20,000 കോടി രൂപ ഗവൺമെൻറ്റിന് ഫ്യൂവൽ സബ്സിഡി ഇനത്തിൽ നീക്കി വെക്കേണ്ടതായിട്ട് വരും. ഇത് ബഡ്ജറ്റിൽ 12,100 കോടി രൂപയുടെ അധിക ബാധ്യതയ്ക്ക് കാരണമായേക്കും. റീറ്റെയിൽ ഫ്യൂവലിൻ്റെ പ്രൈസ് വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഫ്യൂവൽ കമ്പനികൾക്ക് ഗവൺമെൻറ് അധിക സബ്സിഡി നൽകുന്നത്. അതോടൊപ്പം തന്നെ
കോർപ്പറേറ്റ് ടാക്സിലും അതായത് പെട്രോളിയം കോർപ്പറേറ്റ് ടാക്സിലും ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട്. പെട്രോളിയം കമ്പനികളുടെ പ്രൊഡക്ഷൻ കോസ്റ്റിലും പെട്രോളിയം കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റി മോശമാകുന്നതും ടാക്സ് കോൺട്രിബ്യൂഷൻ കുറയുന്നതും മൂലം ഗവൺമെൻറ്റിന് ഏകദേശം 23,500 കോടി രൂപയുടെ നഷ്ടമാണ് ഫസ്റ്റ് ഹാഫിൽ വരാൻ പോകുന്നത്. ഇതും ബഡ്ജറ്റിൽ ഒരധിക ബാധ്യതയ്ക്ക് കാരണമായേക്കും എന്നാണ് ICRAയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. കൂടാതെ ഫ്യൂവലിന് മുകളിലുള്ള എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. പെട്രോളിന് മുകളിൽ 1 രൂപ പെർ ലിറ്റർ എന്ന റേറ്റിലുള്ള എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കുന്നത് വഴി ഏകദേശം 15,000 മുതൽ 16,000 കോടി രൂപയുടെ ലോസ് ആണ് ഗവൺമെൻറ്റിന് വരാൻ പോകുന്നത്. 3 രൂപ പെർ ലിറ്റർ എന്ന റേറ്റിൽ എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കുന്നത് വഴി 45,000 മുതൽ 50,000 കോടി രൂപയുടെ റവന്യൂ ലോസ് വന്നേക്കാം. ഇതും ബഡ്ജറ്റിൽ അധിക ബാധ്യതയ്ക്ക് കാരണമായേക്കും. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ലോങ് ടൈമിൽ ഇന്ത്യൻ എക്കോണമിയിലും റിഫ്ലക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫെർട്ടിലൈസർ സെക്ടറിലെ സ്റ്റോക്കുകളും ഓയിൽ മാർക്കറ്റിംഗ്, LPG ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ സെക്ടറിലെ സ്റ്റോക്കുകളുമൊക്കെ വരും സമയങ്ങളിലും പ്രഷറിൽ തന്നെ തുടർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്